ഓക്കെ, നമുക്കപ്പോൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ മെനി ഡിഫറെൻറ്റ് വേർഡ്സ് ക്യാൻ ബി ഫോംഡ് വിത്ത് ദ ലെറ്റേഴ്സ് ഓഫ് ദ വേർഡ് ടേബിൾ, ഇക്വേഷൻ, മാത്തമാറ്റിക്സ്. ഓക്കെ, ആദ്യത്തെ ചോദ്യം നോക്കിയടാ. ടേബിൾ എന്ന് പറയുന്ന ഓക്കെ ഈ പറയുന്ന ലെറ്റേഴ്സ്, അതിൽ എത്ര ലെറ്റേഴ്സ് ഉണ്ട്? 1 2 3 4 5 5 ലെറ്റേഴ്സ് ഉണ്ട്. ആ 5 ലെറ്റേഴ്സ് ഉണ്ട് നമുക്ക് എത്രത്തോളം വേർഡ്സ് ഉണ്ടാക്കാൻ പറ്റും എന്നാണ് ആദ്യത്തെ ചോദ്യം. ഇവിടെ നോക്കിയേ, നമുക്കറിയാം 5 ലെറ്റേഴ്സ് ഉണ്ട്. അപ്പം 1 2 3 4 ഈ 5 സ്പേസിലായിട്ട് നമുക്ക് ഈ ലെറ്റേഴ്സിനെ അറേഞ്ച് ചെയ്യാലോ. ഓക്കെ, ഇസ്ന്റ് ഇറ്റ് സോ? ഇപ്പം നമുക്കറിയാം ടി ഉണ്ട്, എ ഉണ്ട്, ബി ഉണ്ട്, എൽ ഉണ്ട്, ഇ ഉണ്ട്. ഞാൻ ആദ്യത്തെ ഫസ്റ്റ് പൊസിഷൻ എടുക്കുവാണ്. ഇതാണ് എൻ്റെ ഫസ്റ്റ് പൊസിഷൻ, ഇതെൻ്റെ സെക്കൻഡ് പൊസിഷൻ, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്. ഇവിടെ നോക്കിയിടക്കണ്ട, ഇവിടെ ഏതൊക്കെ ലെറ്റേഴ്സ് ഉണ്ടെന്ന് എനിക്ക് ഇടാൻ പറ്റും. ഒന്നിൽ ടി എടുക്കാം, എ എടുക്കാം, ബി എടുക്കാം, എൽ എടുക്കാം, ഇ എടുക്കാം. 5 ലെറ്റേഴ്സും ഇവിടെ എനിക്ക് കൊണ്ടുവരാൻ പറ്റും അല്ലേ. സോ ഇവിടെ 5 വേസിൽ എനിക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. ഏതെങ്കിലും ഒരു ലെറ്റർ ഇവിടെ ഫില്ല് ചെയ്തെന്ന് വിചാരിക്കും, ഏതെങ്കിലും ഒരു ലെറ്റർ ബി പോയെന്ന് വിചാരിക്കും. ബാക്കി ഈ ഒരു സ്പേസിൽ നമുക്ക് എത്ര ലെറ്റേഴ്സ് അവൈലബിൾ ആണ്? 1 2 3 4 ലെറ്റേഴ്സ് ഉണ്ടേ. ഇനി ഇ ആണ് ഇവിടെ ഫില്ല് ചെയ്യുക. സപ്പോസ് ഇ ആണെന്ന് ഞാൻ അങ്ങനെ വിചാരിക്കുകയാണ്, ഇ പോയി. ബാക്കി എൻ്റെ കയ്യിൽ എത്രയുണ്ട്? 1 2 3. ഇവിടെ എത്ര ലെറ്റേഴ്സ് ഉണ്ട്? 3 ലെറ്റേഴ്സ് ഉണ്ട്. എൽ പോയെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ ബാക്കി എൻ്റെ എത്ര ലെറ്റേഴ്സ് ഉണ്ട്? 2 ലെറ്റേഴ്സ്. എ പോയെന്ന് വിചാരിക്കുക. ബാക്കി എൻ്റെ കയ്യിൽ എത്ര ലെറ്റേഴ്സ് ഉണ്ട്? 1 ലെറ്റർ. സോ ഇതിൽ നമുക്ക് എത്ര ലെറ്റേഴ്സ് വെച്ചിട്ട് ഓക്കെ ഈ 5 ലെറ്റേഴ്സ് വെച്ച് 5 സ്പേസ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് എത്ര വേസ് പോസിബിൾ ആണ്? 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1. ഇത് ലിറ്ററലി 5 ഫാക്ടോറിയലിനോട് തുല്യമാണല്ലേ. സോ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് നോക്കി 5 ഇൻറ്റു 4 20, 20 ഇൻറ്റു 6 നമുക്ക് 120 വേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ലെറ്റേഴ്സ് കൊണ്ട് വേർഡ്സ് ഫോം ചെയ്യാൻ പറ്റും. ടേബിൾ എന്ന് പറയുന്ന ഒരു വേർഡ് ഉൾപ്പെടെ നമുക്ക് 120 വേർഡ്സ് ഫില്ല് ഉണ്ടാക്കാൻ പറ്റും. ക്ലിയർ ആയോ കൺസെപ്റ്റ്? ഓക്കെ, ഇത് നമുക്ക് ഒരു ഡിഫറെൻറ്റ് വേസിൽ ഒന്നും കൂടി ഇത് ചെയ്യാൻ പറ്റുമോ നോക്കാം. നോക്കിയേ, നമുക്കിതിനെ കുറച്ചും കൂടി കൺസെപ്റ്റ് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയിടാ കണ്ട 5 സ്പേസ് ഉണ്ട്, നമ്മുടെ കയ്യിൽ 5 ലെറ്റേഴ്സും ഉണ്ട്. നോക്കി 5 ലെറ്ററിൽ നിന്ന് ഞാൻ എത്ര ലെറ്റേഴ്സ് എടുക്കുന്നുണ്ട്? 5 ലെറ്റേഴ്സ് എടുക്കുന്നുണ്ട്. സോ ഇതിനെ പെർമ്യൂട്ടേഷൻ രീതിയിൽ എനിക്ക് അറേഞ്ച് ചെയ്തോടെ അല്ലേ. സോ 5p5 എന്ന് പറയുന്നത് എന്തിനോട് തുല്യമാണ്? 5 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 5 മൈനസ് 5 n മൈനസ് 6 എന്ത് കിട്ടും? 0 ഫാക്ടോറിയൽ വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് തന്നെയാണ്? 5 ഫാക്ടോറിയൽ. നോക്കി, അതായത് NPR എന്ന് പറയുന്നത് നമ്മൾ കണ്ടായിരുന്നു, n ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ n മൈനസ് 6 ഫാക്ടോറിയൽ അല്ലേ, NPR. ഇനി NPN, n-ഉം r-ഉം ഒരേപോലെയാണ്. അതായത് n എലമെൻറ്റ്സ് ഉണ്ട്, അതിൽ നിന്ന് n എലമെൻറ്റ്സ് എടുത്തിട്ടാണ് ഞാൻ അറേഞ്ച് ചെയ്യുന്നതെങ്കിൽ NPN എന്ന് പറയുന്നത് എന്താണ്? n ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ n മൈനസ് n എന്താണ്? 0 ഫാക്ടോറിയൽ. നമുക്കറിയാം 0 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് 1 ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു എന്താ? n ഫാക്ടോറിയൽ. ഓക്കെ, സോ NPN എന്ന് പറയുന്നത് എന്താണ്? n ഫാക്ടോറിയൽ ആണ്. ക്ലിയർ? എടാ ഇവിടെ കോമ്പിനേഷൻ നമുക്ക് കൊണ്ടുവരാൻ പറ്റുമോ? പറ്റും. ഒന്ന് ചിന്തിച്ച് നോക്കിയേ. പറ്റാന്ന് വെച്ചാൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. എടാ 5 ലെറ്റേഴ്സ് ഉണ്ട്. ഈ 5 ലെറ്റേഴ്സിന് ഞാൻ എടുത്ത് ഒരു ഗ്രൂപ്പ് ആക്കുവാണ്. സോ 5C5 എന്നെടുത്തൂടെ? അതായത് ആ 5 ലെറ്റേഴ്സിനെ ഞാൻ എടുത്തു, അതാണ് 5C5 ഇൻറ്റു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? 5 ലെറ്റേഴ്സ് ഞാൻ എടുത്തു, 5 ലെറ്റേഴ്സിൽ നിന്ന് 5 ലെറ്റേഴ്സ് ഞാൻ എടുത്തു, എന്നിട്ട് എന്ത് ചെയ്യുന്നു? അവരുടെ ഉള്ളിൽ തന്നെ അറേഞ്ച് ചെയ്യുന്നു. നമുക്കറിയാം എത്ര ലെറ്റേഴ്സിന് എനിക്ക് അങ്ങനെ അറേഞ്ച് ചെയ്യാം? ഉള്ളിൽ തന്നെ എത്ര ലെറ്റേഴ്സ് ഉണ്ട്? ഇപ്പം 5 ലെറ്റേഴ്സ് ഉണ്ട്. സോ 5 ലെറ്റേഴ്സിന് ഉള്ളിൽ അറേഞ്ച് ചെയ്ത് ഞാൻ നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു എന്തായിരുന്നു? 5 ഫാക്ടോറിയൽ. ഇത് നോക്കി, ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. സോ 1 ഇൻറ്റു 5 ഫാക്ടോറിയൽ 5 ഫാക്ടോറിയൽ. ഞാൻ പറഞ്ഞുതരാം. നമ്മൾ നേരത്തെ കണ്ടില്ലേ 4 പേര് ഉള്ള ABCD, അതിൽ നിന്ന് ഞാൻ 2 പേരെ ചൂസ് ചെയ്യുന്നു, അപ്പം 5C2. ഇവിടെ എന്താണ്? 5 ലെറ്റേഴ്സ് ഉണ്ട്, ആ 5 ആൾക്കാരെ ഞാൻ ചൂസ് ചെയ്യുവാണ്. സോ 5C5. എന്നിട്ട് എന്ത് ചെയ്തു? ആ 2 ആൾക്കാരുടെ ഗ്രൂപ്പായിരുന്നു, ആ 2 ആൾക്കാരുടെ ഇടയിൽ തന്നെ എനിക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും 2 ഫാക്ടോറിയൽ. ഇവിടെ നോക്കി, 5 ആൾക്കാരുള്ള ഗ്രൂപ്പിൽ 5 ഫാക്ടോറിയൽ ബേസിൽ ഞാൻ അറേഞ്ച് ചെയ്തു. ക്ലിയർ? വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്? നമ്മൾ നേരത്തെ പഠിച്ച എന്താ? 5p5നോട് തുല്യമാണ്. സോ സെയിം തന്നെയാണ്. ഞാൻ ഒന്നും കൂടി ആ ഒരു കോമ്പിനേഷനും പെർമ്യൂട്ടേഷനും എന്താണെന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ. ഓക്കെ,
സോ ടേബിൾ എന്ന് പറയുന്നതിന് നമുക്ക് എത്ര വേസിൽ പറ്റും? 5 ഫാക്ടോറിയൽ. ഓക്കെ, ഇവിടെ നോക്കി ഇക്വേഷൻ 1 2 3 4 5 6 7 8 8 ലെറ്റേഴ്സ് ഉണ്ട്. സോ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? 8 ഫാക്ടോറിയൽ വേസ്. ക്ലിയർ? ഓക്കെ, ഇനി അടുത്തത് എന്താണ്? മാത്തമാറ്റിക്സ്. എത്ര ലെറ്റേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ 1 2 3 4 5 6 7 8 9 10 11. സോ 11 ഫാക്ടോറിയൽ. അങ്ങനെ പറഞ്ഞിട്ട് കൈ കെട്ടിയിരിക്കരുത്, നമുക്ക് നോക്കണം. നോക്കിയിടാൻ വേണ്ട, അവിടെ എം എന്ന് പറയുന്നത് എത്ര വട്ടം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്? എം ഇവിടെ 2 വട്ടം വന്നിട്ടുണ്ട് അല്ലേ? സോ ഞാൻ പറഞ്ഞു റിപ്പീറ്റേഷൻ ഉള്ള ആൾക്കാർ, സെയിം ഉള്ള ആൾക്കാർ എന്ത് ചെയ്യണം? അവരുടെ ഫാക്ടോറിയൽ കൊണ്ട് ഡിവൈഡ് ചെയ്യണം, ആ നമ്പേഴ്സിൻ്റെ ഫാക്ടോറിയൽ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇനി നോക്കി, എ എന്ന് പറയുന്നത് 2 എണ്ണം, സോ 2 ഫാക്ടോറിയൽ. ഇനി ആരല്ലേ? എം ഐ എ ഐ. ഇനി ടി ഉണ്ടല്ലേ? ടി 2 എണ്ണം ഉണ്ട്, സോ ടി ഫാക്ടോറിയൽ. സോ ദിസ് വിൽ ബി മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന എത്ര ലെറ്റേഴ്സ് ഉണ്ടോ അവരുടെ എടുത്ത് ഞാൻ അറേഞ്ച് ചെയ്യുമ്പം എനിക്ക് ഇത്രയും വേസിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും. ക്ലിയർ? ഇത്രയും വലിയ ഫാക്ടോറിയൽ പൊതുവെ ചോദിക്കാറില്ല, ഇനി ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ സിംപ്ലിഫൈ ചെയ്യേണ്ടി വരും. ഓക്കെ ഓക്കെ, അടുത്തത് how many different ways letters of the word extra can be arranged in such a way that vowels always together? എടാ ഇംഗ്ലീഷ് ലെറ്റേഴ്സ് എത്ര എണ്ണം ഉണ്ട്? കണ്ട 26 ലെറ്റേഴ്സ് ഉണ്ടല്ലേ? ഓക്കെ, ആ 26 ലെറ്റേഴ്സിൽ വവൽസ് എന്ന് പറയുന്ന ആരൊക്കെയാണ്? എ ഇ ഐ ഒ യു. എത്ര എണ്ണം ഉണ്ട്? 5 എണ്ണം. 5 വവൽസ് ഉണ്ടെങ്കിൽ ബാക്കി എത്ര ആൾക്കാരുണ്ട്? ബാക്കി എത്രയുണ്ട്? ഇതിൽ നിന്ന് 5 വവൽസിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി 21 ലെറ്റേഴ്സ് ഉണ്ട്. അതിനെ ഞാൻ വിളിക്കുന്ന പേരെന്താണ്? കോൺസോണൻസ്. ഇത് വവൽസ്. ഓക്കെ, ഇനി ഇ എക്സ് ടി ആർ എ വവൽസിൻ്റെ കാര്യമൊക്കെ വിട്. ഞാൻ അല്ലാതെ അറേഞ്ച് ചെയ്യുവാണെങ്കിൽ എനിക്ക് എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും? എടാ 5 ലെറ്റേഴ്സ് ഉണ്ട്, 5 സ്പേസസ് ഉണ്ട്, 1 2 3 4 5. നിങ്ങൾക്ക് എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും? 5 ലെറ്റേഴ്സ് 1 2 3 4. സോ 5 ഫാക്ടോറിയൽ. 5 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് എത്രയാണ്? 120 വേസിൽ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും അല്ലേ? സിമ്പിൾ. ഇവിടെ 5 ലെറ്റേഴ്സിൽ 5 ലെറ്റേഴ്സും വരാം. 5 ലെറ്റേഴ്സിൽ ഏതെങ്കിലും ഒരാൾ പോയി കഴിഞ്ഞാൽ ഇവിടെ എത്ര ലെറ്റേഴ്സ് അവൈലബിൾ? 4 ലെറ്റേഴ്സ്. അതിലൊരാൾ പോയി കഴിഞ്ഞാൽ ബാക്കി ഇവിടെ 3 ലെറ്റേഴ്സ്, ഇവിടെ 2 ലെറ്റേഴ്സ്, ഇവിടെ 1 ലെറ്റർ. എങ്ങനെ വേണം നിങ്ങൾക്ക് എടുക്കാം. സോ ഇത് നിങ്ങൾക്ക് കിട്ടി 120 വേസ്. ഇവിടെ പക്ഷേ ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. സാറേ എയും ഇയും ഒരുമിച്ചിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അറേഞ്ച് ഇൻ സച്ച് എ വേ ദാറ്റ് വവൽസ് ഓൾവേസ് ടുഗദർ. ഇല്ല, വവൽസ് എന്ന് പറയുന്ന ആരൊക്കെയാണ്? ഇയും എയും ആണല്ലേ? അവരെ ഞാൻ ഒരുമിച്ച് അങ്ങോട്ട് എടുക്കുവാണ്. ഇവരെ ഞാനിപ്പോൾ ഒരുമിച്ചിരുത്തി. ബാക്കി എൻ്റെ എത്ര ലെറ്റേഴ്സ് ഉണ്ട്? എക്സ് ഉണ്ട്, ടി ഉണ്ട്, ആർ ഉണ്ട്. ഇനി ആരെങ്കിലും ഉണ്ടോ? ഇല്ല. മക്കളെ, ഈ വവൽസിനെ ഞാൻ ഒരുമിച്ചിരുത്തി കഴിഞ്ഞ് കഴിഞ്ഞപ്പം നേരത്തെ എൻ്റെ 5 ലെറ്റേഴ്സ് 5 ഫാക്ടോറിയൽ എന്ന് പറയായിരുന്നു. 5 വേസിൽ എനിക്ക് ഇയും എയും കൂടി ഒരുമിച്ചിരിക്കുകയാണെന്ന് വിചാരിക്കുക. അവരെവിടെ പോയാലും സായാഹ്ന ചിരട്ടകളെ പോലെ ആണ് നടക്കുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ഇയാൾ എവിടെ വേണമെങ്കിലും ഈ ഒരുമിച്ച് ഇരിക്കുന്നതെന്ന് വെച്ചാൽ ഇയാളെ എടുത്ത് വേണമെങ്കിൽ എനിക്ക് ഇവിടെ ഇരുത്താം, അല്ലെങ്കിൽ ഇവിടെ ഇരുത്താം, അല്ലെങ്കിൽ ഇവിടെ ഇരുത്താം അല്ലേ? എവിടെ വേണമെങ്കിലും അവരിയ്ക്കാം. ഇരിക്കുമ്പോൾ ഒരുമിച്ച് ഇരിക്കുള്ളൂ. സോ അങ്ങനെയാണെങ്കിൽ ഇപ്പം എൻ്റെ കയ്യിൽ 1 2 3 4 4 ആൾക്കാർ 4 സ്പേസ്, 4 ആൾക്കാർ 4 സ്പേസ്. സോ 4p4 നമുക്ക് എന്ത് കിട്ടും? 4 ഫാക്ടോറിയൽ. 4 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് എന്താണ് മോനെ? 4 × 3 × 2 × 1 നമുക്ക് എത്ര കിട്ടും? 4 × 3 12, 12 × 2 24 വേസ്. ശരി, 24 വേസ്. ശരി, ഇപ്പം നോക്കിയേ, ഈ പറയുന്ന ഇവർ വേണമെങ്കിൽ ഇവിടെ വരാം. ഇപ്പം ഇവരെ ഞാൻ ഒറ്റ ലെറ്ററായിട്ട് കൺസിഡർ ചെയ്യുവാണ് ഇപ്പം. എന്നിട്ടാണ് ഞാൻ അറേഞ്ച് ചെയ്തത്. സോ എനിക്ക് 24 വേസിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്യാൻ പറ്റും. പക്ഷേ ഇയും എയുടെ ഇടയിലും എനിക്ക് അറേഞ്ച്മെൻറ്റ് പോസിബിൾ ആണല്ലോ. ഇയും എയും അറേഞ്ച് ചെയ്യാമല്ലോ. 2 ലെറ്റേഴ്സ് ഉണ്ട്. സോ എത്ര രീതിയിൽ എനിക്ക് അവരെ അറേഞ്ച് ചെയ്യാൻ പറ്റും? 2 ഫാക്ടോറിയൽ വേസ്. സോ ഇൻറ്റു എന്താണ്? 2 ഫാക്ടോറിയൽ. കാരണം ഇവരുടെ ഇടയിൽ തന്നെ എനിക്ക് അറേഞ്ച്മെൻറ്റ് പോസിബിൾ ആണ്. ഓക്കെ,
ക്ലിയർ? സോ ടോട്ടൽ നമ്പർ ഓഫ് വേസ് എന്ന് പറയുന്നത് എന്താണ്? 4 ഫാക്ടോറിയൽ. എങ്ങനെ? ആ ഇയും എയും ഒരുമിച്ച് ഞാൻ കൺസിഡർ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ അറേഞ്ച് ചെയ്യുന്നു 4 ഫാക്ടോറിയൽ. ഇനി നമുക്കറിയാം ഇയും എയും എന്ന് പറയുന്നത് അവരുടെ ഇടയിൽ ഉള്ളിൽ എനിക്ക് അറേഞ്ച്മെൻറ്റ് പോസിബിൾ ഉള്ളതുകൊണ്ട് ആ ഒരു 2 ഫാക്ടോറിയൽ. ഓക്കെ, സോ 4 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ, ദിസ് ഇസ് 24, ദിസ് ഇസ് 2, യു വിൽ ഗെറ്റ് വാട്ട്? 48 വേസ്. കൺസെപ്റ്റ് ക്ലിയർ ആയോ? ഓക്കെ, ഒന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. ചിത്രമുള്ളട കണ്ട നേരത്തെ 1 2 3 4 5 5 ആൾക്കാർ 5 സ്പേസ് ഞാൻ അങ്ങനെ അറിയുന്നു. ഇയാളെ ഞാൻ ഒറ്റ ഒരാളായിട്ട് കൺസിഡർ ചെയ്യുകയാണ്. സോ ഇയാൾ എവിടെ പോയാലും എന്താണ്? ഒറ്റ ഒരാളായിട്ട് നമ്മൾ ഫീൽ ചെയ്യുകയാണ്. 1 2 3 4, സോ 4 ഫാക്ടോറിയൽ. ഇനി ഇതിൻ്റെ ഇടയിൽ ഉള്ളിൽ തന്നെ എനിക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ഈടെ ഇടയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ഇൻറ്റു എന്താണ്? 2 ഫാക്ടോറിയൽ. ക്ലിയർ ആയോ? ഓക്കെ. എടാ ഇനി ഞാൻ ഈ ചോദ്യം ഒന്ന് മാറ്റിപ്പിടിക്കുകയാണ്. ഇവർ പറഞ്ഞിരിക്കുന്നത് വവൽസ് ആർ ഓൾവേസ് സിറ്റ് ടുഗെദർ, വവൽസ് നോട്ട് സിറ്റിംഗ് ടുഗെദർ എന്ന് ഞാൻ ചോദിക്കുകയാണെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ ഉത്തരം? എടാ നമുക്കറിയാം ഈ 120 വേസിലും ചില കേസസിൽ വവൽസ് ഒരുമിച്ചിരിക്കുന്നതുണ്ടാവും, ചില കേസസിൽ വവൽസ് ഒരുമിച്ചിരിക്കാത്ത കേസുകളുണ്ടാവും. എല്ലാം കൂടി ചേർന്നിട്ടാണ് 120 വേസ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇവിടെ വവൽസ് ഇരിക്കുന്ന വേസ് നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു അല്ലേ? എത്രയാണ്? 48 വേസിൽ ഇരിക്കാൻ പറ്റും. ഈ 48 വേസിലും വവൽസ് എന്താണ്? ഒരുമിച്ചായിരിക്കും ഇരിക്കുന്നത്. ചിലപ്പോൾ ഈ ഇങ്ങനെ ഇരിക്കാം, ചിലപ്പോൾ എ ഇവിടെ ഇരിക്കാം, ഇ ഇരിക്കാം, ചിലപ്പം എക്സ് ഇവിടെ ആദ്യം വരാം, പിന്നെ ഇ വരാം, എ വരാം, ടി വരാം, ആർ വരാം. ഇങ്ങനെ ഒരുപാട് കേസസുകൾ. ചിലപ്പോൾ ഇതിൽ എ ഇ അങ്ങനെയൊക്കെ ഇരിക്കാം. എങ്ങനെ 48 വേസ് എടുത്താലും എന്താണ്? വവൽസ് എന്ന് പറയുന്നത് ഒരുമിച്ചിരിക്കും. നമുക്കറിയാം നമ്മുടെ ടോട്ടൽ വേസ് 120 ആണല്ലോ. അതിൽ നിന്ന് വവൽസ് ഒരുമിച്ചിരിക്കുന്ന വേസ് ഞാൻ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി എനിക്ക് കിട്ടുന്നത് എന്തായിരിക്കും? വവൽസ് ഒരുമിച്ചിരിക്കാത്ത കേസസ് ആയിരിക്കുമല്ലോ. ദാറ്റ് വിൽ ബി വാട്ട്? 72 വേസ്. ക്ലിയർ ആണ്? മനസ്സിലായോ? ഡൗട്ട് ഉണ്ടാ? ഗുഡ്. സോ നമുക്ക് അടുത്ത പ്രോബ്ലം നോക്കാം. How many different words can be formed with the letters of the word equation without changing the relative order of vowels and consonants? എടാ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഏതായിരുന്നു ഇക്വേഷൻ എന്ന് പറയുന്ന ലെറ്റർ ഞാൻ എടുക്കുവാണ്. ഇ ക്യു യു എ ടി ഐ ഒ എൻ. റിലേറ്റീവ് ഓർഡർ ഓഫ് വവൽസ്. എടാ ഇപ്പോൾ വവൽസ് എന്ന് പറയുന്നത് ഏതൊക്കെയാ? ഇത് വവൽസ് ആണ്, ഇത് വവലാണ്, ഇത് വവലാണ്, ഇത് വവലാണ്, ഇത് വവലാണ്. എല്ലാ വവൽസും വന്നിട്ടുണ്ടല്ലേ? എ ഇ ഐ ഒ യു. ഗുഡ്. സി, ഇതെൻ്റെ ഫസ്റ്റ് പൊസിഷൻ, ഇതെൻ്റെ സെക്കൻഡ് പൊസിഷൻ, ഇതെൻ്റെ തേർഡ്, ഇതെൻ്റെ ഫോർത്ത്, ഇതെൻ്റെ ഫിഫ്ത്ത്, ഇതെൻ്റെ സിക്സ്ത്ത്, ഇതെൻ്റെ സെവൻത്ത്, ഇതെൻ്റെ 8th പൊസിഷനാണ്. ഓക്കെ, വവൽസ് എവിടെയാണോ ഇരിക്കുന്നത്? ഇപ്പോൾ ഇവിടെ ഇ ഉണ്ടല്ലേ, ആ സ്പേസിൽ എവിടെയാണ് ഇപ്പോൾ വവൽസ് ഇരിക്കുന്നത് അവിടെ എന്ത് വരാം? എനിക്ക് വവൽ വരാം. അതായത് ഇവിടെ എന്ത് വരാം? ഇവിടെ ഇ അല്ലാതെ യു വരാം, എ വരാം, അതുപോലെ എന്ത് വരാം? ഐ വരാം, ഒ വരാം, ഓക്കെ, ഇയും വരാം. ഇവിടെ വവലാണെങ്കിൽ ഇവിടെ വവലേ വരാൻ പാടുള്ളൂ, ഇവിടെ വവലാണെങ്കിൽ ഇവിടെ വവലേ വരാൻ പാടുള്ളൂ. ക്ലിയർ ആണോ ഞാൻ പറഞ്ഞത്? സോ നമുക്ക് നോക്കിയേ, സിമ്പിളായിട്ട് ചിന്തിച്ചേ. 1 2 3 4 5 5 സ്പേസസ് വവൽസിന് അലൗഡ് ആണ്. നമ്മുടെ കയ്യിൽ എത്ര വവൽസ് ഉണ്ട്? 5 വവൽസ്. സോ 5 വവൽസ് 5 പ്ലേസ്. സോ എന്താണ്? 5 ഫാക്ടോറിയൽ. ഞാൻ വവൽസിന് പിരുത്തി. അത്ര രീതിയിൽ എനിക്ക് വവൽസിന് അറേഞ്ച് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ കണ്ടു, ചെയ്തു. ഇനി മോനെ എൻ്റെ കയ്യിൽ എന്തുണ്ട്? കോൺസണൻസ്. ക്യൂ ഉണ്ട്, ടി ഉണ്ട്, എൻ ഉണ്ട്. 3 പ്ലേസ് കോൺസണൻസിനുണ്ട്, 3 എന്തുണ്ട്? കോൺസണൻസ് ഉണ്ട്. സോ യു ക്യാൻ അറേഞ്ച് ദം ആസ് വാട്ട്? 3 ഫാക്ടോറിയൽ. സോ 5 ഫാക്ടോറിയൽ ഇൻറ്റു 3 ഫാക്ടോറിയൽ. നമുക്കറിയാം 5 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് എത്രയാണ്? 120. 3 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് എത്രയാണ്? 6. You will get it as what? 720 ways. Clear അല്ലേ? Good. അടുത്ത ചോദ്യം. നമ്മളിപ്പം ബേസിക്കലി ലെറ്റേഴ്സിൻ്റെ അറേഞ്ച്മെൻ്റ് ആണ് കാണുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്പേഴ്സിൻ്റെ അറേഞ്ച്മെൻറ്റിലേക്ക് പോവാം. ഓക്കെ, ഡിജിറ്റ്സ് എങ്ങനെയാണ് ഉണ്ടാക്കാൻ പറ്റും നമുക്ക് നോക്കാം. ആദ്യം നമുക്കിപ്പം ലെറ്റേഴ്സിൻ്റെ അറേഞ്ച്മെൻറ്റിൻ്റെ കുറച്ചൊന്ന് സ്ട്രോങ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും. Find the number of words formed with the letters of the word Delhi. Okay, ഡൽഹി ആയിട്ട് തന്നെ എത്ര ലെറ്റേഴ്സ് ഉണ്ട്? 3 4 5 5 ലെറ്റേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും? 5 ഫാക്ടോറിയൽ വേസ്. പക്ഷെ അതല്ല ചോദ്യം. ഇവിടെ ചോദിച്ചിരിക്കുന്നത് നമുക്കറിയാം 5 സ്പേസ് ഉണ്ടല്ലേ? 1 2 3 4 5 1 2 3 4. ഓക്കെ, 2 3 4 5. നോക്കിയിട്ട് കണ്ട ബിഗിൻസ് വിത്ത് ഡി.
ലെറ്റേഴ്സ് ബിഗിൻസ് വിത്ത് ഡി ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇവിടെ ഞാൻ ഡി യെ കൊണ്ട് നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ സ്ഥലം ഫില്ല് ചെയ്യാൻ എനിക്ക് ഡി എന്ന് പറയുന്ന ആളുണ്ടാവോ? ഉണ്ടാവത്തില്ല. കാരണം ഡി യെ കൊണ്ട് ഇരുത്തി കഴിഞ്ഞു. ഡീനെ അവിടെ കൊണ്ട് ഇരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഡി എനിക്ക് ഉണ്ടാവില്ല. ഓക്കെ, ഡീന് ഞാൻ നമുക്ക് അവൈലബിൾ ആയ ലെറ്റേഴ്സിൽ കൊണ്ട് ഡീന് ഞാൻ ഇവിടെ ഇരുത്തി. ഡി യെ നീ അനങ്ങണ്ട, അവിടെ തന്നെ ഇരുന്നു. 1 2 3 4 നമുക്ക് 4 സ്പേസ് ഉണ്ട്. എത്ര ലെറ്റേഴ്സ് ഉണ്ട്? 4 ലെറ്റേഴ്സ്. ഇവിടെ ഞാൻ 1 വേയിൽ എനിക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എന്താ, അവിടെ ഡി മാത്രമേ ഇരിക്കത്തുള്ളൂ. ഇവിടെ വേണമെങ്കിൽ എനിക്ക് എന്താ 4 ഇവിടെ നിന്ന് ഇവിടം വരെ ഞാൻ എന്താ എടുക്കും? 4 ഫാക്ടോറിയൽ. കാരണം എന്താ 4 3 2 1. സോ 4 ഫാക്ടോറിയൽ ഇൻറ്റു 1 24 വേസ്. സോ ആദ്യത്തെ ആൻസർ എത്രയാ? 24. ഇനി എൻസ് വിത്ത് ഐ, അതും സെയിം തന്നെയാണ്. ഡി ഇ നോക്കി, ഞാൻ ഐനെ കൊണ്ട് ഇരുത്തുവാണ് ലാസ്റ്റ്. അപ്പോൾ ഐനെ കൊണ്ട് അവിടെ ഇരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ അവിടെ ഐ ഇവിടെ ഫിക്സായി. ഐനെ ഞാൻ ഇരുത്തി, ഐ മാറി. ഐ മോനെ അവിടെ വന്നിരുന്നു. ഇനി എൻ്റെ കയ്യിൽ എത്ര ലെറ്റേഴ്സ് ഉണ്ട്? 4 ലെറ്റേഴ്സ്, 4 സ്പേസ്. സോ 4 ലെറ്റേഴ്സിൻ്റെ അടുത്ത് 4p4 എന്ന് പറഞ്ഞാൽ എന്താ? 4 ഫാക്ടോറിയൽ ഇൻറ്റു 1. സോ 24 വേസ്. 4 ലെറ്റേഴ്സിൽ 4 ലെറ്റേഴ്സ് ഞാൻ എടുക്കുന്നുണ്ട്. ഞാൻ അല്ല നോക്കി, 4 ലെറ്റേഴ്സിൽ ഇവിടെ എനിക്ക് 4 പേരിൽ ഒരാളെ കൊണ്ടുവന്ന് ഇരുത്താം. ഒരാൾ കൊണ്ടുവന്ന് ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് 3 ആൾക്കാരാണ്. 3 ആൾക്കാരിൽ ഒരാളെ ഞാൻ ഇവിടെ ഇരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവിടത്തേക്ക് എനിക്ക് എത്ര? 2 ആൾ. 2 ആളിൽ ഒരാൾ ഇവിടെ ഇരുത്തി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇവിടെ ഒരാൾ. സോ 4 × 3 × 2 × 1 ദാറ്റ് ഈസ് 4 ഫാക്ടോറിയൽ. ക്ലിയർ ആണോ? സോ അതും എന്താണ്? 24. ഇനി അടുത്തതെന്ന് പറയുന്നത് എന്താണ്? എൽ മിഡിലിൽ ഇരിക്കുന്നു. എടാ എല്ല് മിഡിലിൽ കൊണ്ടുവന്ന് ഇരുത്തി കഴിഞ്ഞാൽ എല്ല് പോയി. 4 ലെറ്റേഴ്സ് ഉണ്ട്. 1 2 3 4 4 സ്പേസും സെയിം തന്നെ. 4 ഫാക്ടോറിയൽ ഇൻറ്റു എന്താ? 1 ദാറ്റ് ഈസ് 24 വേസ്. സിമ്പിൾ അല്ലേ? കൺസെപ്റ്റ് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി സ്പീഡിൽ പോകുന്നത്. ഇനി നോക്കിയേ, ഡി തുടക്കത്തിലുണ്ടാവും, ഐ എൻഡിലുണ്ടാവും. അപ്പോൾ ഡിയും ഐയും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നോക്കി, ഡീനെ ഞാൻ കൊണ്ടിരുത്തി, ഐനെയും കൊണ്ടിരുത്തി. ഡീനെ ഇവിടെ എനിക്ക് ഒരു രീതിയിലേ ഇരുത്താൻ പറ്റുള്ളൂ, ഐനെ എനിക്ക് ഇവിടെ ഒരു രീതിയിലേ ഇരുത്താൻ പറ്റുള്ളൂ. ഇരുത്തി. 3 ലെറ്റേഴ്സ് ഞാൻ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഫില്ലിങ്. നമുക്കിവിടെ അറിയാം ആരൊക്കെ അവൈലബിളാ? ഇ ഉണ്ട്, എൽ ഉണ്ട്, എച്ച് ഉണ്ട്. ഇതിൽ 3-ൽ ഒരാളെ എനിക്ക് ഇവിടെ ഇരുത്താലോ. സോ ഇവിടെ എത്ര രീതിയിൽ എനിക്ക് ഫില്ല് ചെയ്യാൻ പറ്റും? 3 വേസിൽ എനിക്ക് ഫില്ല് ചെയ്യാം. ഇനി ഏതെങ്കിലും ഒരാൾ പോയി എച്ച് ഇവിടെ കൊണ്ടുവന്ന് ഞാൻ ഇരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഫില്ല് ചെയ്യാൻ വരുമ്പം എനിക്ക് ആകെ കൂടി 2 ആൾക്കാരുണ്ടാവുക. ഏതെങ്കിലും ഒരാൾ, ഒന്നില്ലെങ്കിൽ ഇയോ എല്ലോ. എച്ച് ഇവിടെ പോയതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. ഇനി ഏതെങ്കിലും ഒരാൾ ഇവിടെ പോയി, ഈ വന്നു എന്ന് വിചാരിക്കും. പിന്നെ എനിക്ക് ഇവിടെ ഫില്ല് ചെയ്യാൻ ഒരാൾ മാത്രമേ ഉണ്ടാവുള്ളൂ. സോ 1 വേ. സോ 3 × 2 × 1 × 1 എന്താണ്? 6 വേസ്. അല്ല, സിമ്പിൾ ലോജിക്കിലൊന്ന് ചിന്തിച്ചേ. 3 സ്ഥലം ഉണ്ട് ഇരിക്കാൻ, 3 ആൾക്കാർ എനിക്ക് അവൈലബിൾ ആണ്. സോ 3p3 ദാറ്റ് ഈസ് 3 ഫാക്ടോറിയൽ. ബാക്കി എന്താണ്? ഇൻറ്റു 1 ദാറ്റ് ഈസ് 6 വേസ്. ഓക്കെ, എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചിന്തിച്ചാൽ ആൻസർ കിട്ടും. കൺസെപ്റ്റ് ക്ലിയർ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത പ്രോബ്ലം നോക്കാം. Okay, in how many different ways can the letters of the word NUTUAN can be arranged in such a way that consonants occupy odd places and vowels at the even place? So ആദ്യം നമുക്ക് NUTAN എത്ര ലെറ്റേഴ്സ് ഉണ്ട് കണ്ണാ? 5 ലെറ്റേഴ്സ് ഉണ്ടല്ലേ. സോ 5 ലെറ്റേഴ്സ് ഉണ്ട്, 5 സ്പേസസ് ഉണ്ട്. ക്ലിയർ? സിമ്പിൾ ലോജിക്. ഇനി ഇവർ പറഞ്ഞിരിക്കുന്നത് എൻ്റെ പ്ലേസുകൾ നമുക്കറിയാം. എങ്ങനെയാണ് പ്ലേസ് നോക്കുന്നത്? ഇത് ഫസ്റ്റ് പ്ലേസ്, ഇത് സെക്കൻഡ് പ്ലേസ്, ഇത് തേർഡ് പ്ലേസ്, ഇത് ഫോർത്ത് പ്ലേസ്, ഇത് ഫിഫ്ത്ത് പ്ലേസ് ആണെങ്കിൽ ഓക്കെ, ഈ 2 നമുക്കറിയാം. ഓഡ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? 1 3 5 ഇവരാണെന്ത്? ഓഡ് എന്ന് പറയുന്ന ആൾക്കാർ അല്ലേ. ഈവൺ എന്ന് പറയുന്നത് ഏതാ? ഈവൺ പ്ലേസ് എന്ന് പറയുന്നത് 2 4 ഇതാണെന്ത്? ഈവൺ എന്ന് പറയുന്നത്.
അല്ലേ? ഇതെന്ന് പറയുന്നത് എന്താണ്? ഓഡ്. നമുക്കറിയാവുന്ന കാര്യമാണ്. ഓക്കെ, നമ്മളോട് ചോദിച്ചിരിക്കുന്നത് such a way that consonants occupy odd places. അതായത് എൻ്റെ ഈ ഓഡ് എന്ന് പറയുന്നത് 1, 3, 5 ഈ പ്ലേസിൽ ആര് വരണമെന്നാണ് പറയുന്നത്? കോൺസണൻസ് വരണമെന്നാണ് പറയുന്നത്. അങ്ങനെ നമുക്ക് എത്ര പറ്റും? അതുപോലെ അതിൻ്റെ കൂടെ തന്നെ ഒരു കണ്ടീഷൻ. സോ ഒബ്വിയസ്ലി ഈ പ്ലേസിൽ ഓഡ് പ്ലേസസിൽ കോൺസണൻസ് വരുന്നുണ്ടെങ്കിൽ ഈവൻ പ്ലേസിൽ ആരായിരിക്കും വരുന്നത്? വവൽസ് ആയിരിക്കും വരുന്നത്. അതിലും സംശയമൊന്നുമില്ല. കാരണം ഇപ്പം എന്താ പറയുന്നത്, ഇപ്പം ഗേൾസ് ഉണ്ട്, ബോയ്സ് ഉണ്ട്. ഗേൾസ് പോയി ഇരുന്നിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള സീറ്റ് ആരുടെ ആയിരിക്കും? ബോയ്സിൻ്റെ ആയിരിക്കും. ഒബ്വിയസ്ലി സെയിം കൺസെപ്റ്റ്. ഇസ്ന്റ് ഇറ്റ്? ഓക്കെ, ഗുഡ്. അച്ഛാ, അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഓഡ് പ്ലേസസ് എത്ര ഉണ്ട് മോനെ? നമുക്ക് 3 പ്ലേസ് ഉണ്ട്. നമുക്കറിയാം കോൺസണൻസ് എന്ന് പറയുന്നത് ആരൊക്കെയാണ്? N, T, N. അപ്പോൾ നമുക്കറിയാം സിമ്പിൾ ലോജിക്കും 3 കോൺസണൻസ് ഉണ്ട്, 3 ഓഡ് പ്ലേസസും ഉണ്ട്. 3 കോൺസണൻസ് ഉണ്ട്, അതിന് അവർക്ക് ഇരിക്കാൻ 3 കോൺസണൻസിന് ഇരിക്കാൻ 3 സ്ഥലമുണ്ട്. 1, 2, 3. സോ എത്രയാണ്? 3 ഫാക്ടോറിയൽ. പക്ഷേ 1, 2, 3 ഈ 3 ആൾക്കാരും എന്താണ്? ഇതിൽ N എന്ന് പറയുന്നത് 2 വട്ടം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. N ഇവിടെ 2 വട്ടം റിപ്പീറ്റ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക? അവരുടെ ഫാക്ടോറിയൽ കൊണ്ട് ഞാൻ ഡിവൈഡ് ചെയ്തു. സോ ഇത് ഞാനിപ്പോൾ ആരെയാണ് ഇരുത്തിയിരിക്കുന്നത്? കോൺസണൻസിൻ്റെ അറേഞ്ച്മെൻ്റ് ആണ്. നമുക്ക് എത്ര കിട്ടും? 3 വേസിൽ നമുക്ക് കിട്ടും. ഓക്കെ, ഞാൻ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആരെ ഇരുത്തണം? നമ്മുടെ ഈവൻ പ്ലേസിൽ ആരെ കൊണ്ട് ഇരുത്തണം? വവൽസിനെ ഇരുത്തണം. നോക്കിയാൽ വവൽസ് യുവും എയും. സോ 2 പ്ലേസ് 2 ആൾക്കാർ. സോ അവരെ എനിക്ക് വവൽസിനെ എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും? 2 ഫാക്ടോറിയൽ. സോ ദിസ് ഈസ് 2 വേസ്. സോ ടോട്ടൽ നമ്പർ ഓഫ് വേസ് എത്രയാണ് മോനെ? 3 × 2 വേസ്. യു വിൽ ഗെറ്റ് ആസ് ആൻസർ 6 വേസ്. കൺസെപ്റ്റ് ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഒറ്റയടിക്ക് നമുക്ക് ചെയ്യാം. സി നോക്കിയേ, കോൺസണൻസ് നമുക്കറിയാം. കോൺസണൻസ് 1, 2, 3 3 ഫാക്ടോറിയൽ. കാരണം എന്താ? 3 സ്പേസ് ഉണ്ട് അല്ലേ? 1, 2, 3. ഇനി അതിൽ N റിപ്പീറ്റഡ് ആണ്. സോ 2 ഫാക്ടോറിയൽ. കോൺസണൻസിൻ്റെ ഒപ്പം തന്നെയാണ് ഞാൻ ഈവൻ പ്ലേസസിലും ആരെ ഇരുത്തുന്നത്? വവൽസിനെ ഇരുത്തുന്നത്. യുവും എയും ഇവിടെ വരാം. സോ 2 ഫാക്ടോറിയൽ. എന്ത് കിട്ടും? 6 വേസ്. ക്ലിയർ ആണോ? ഓക്കെ, നമുക്ക് അടുത്ത പ്രോബ്ലം നോക്കാം. Okay, banana can be arranged in such a way that consonants occupy even places. Okay, B A N A N A 1, 2, 3, 4, 5, 6. 1, 2, 3, 4, 5, 6. നോക്കിയിട്ട് കണ്ട കോൺസണൻസ് ഏത് പ്ലേസിലാണ് വരണ്ടേ? ഈവൻ പ്ലേസിൽ. ഈവൻ പ്ലേസ് എന്ന് പറയുന്നത് 1, 2, 3. നമ്മുടെ കയ്യിൽ കോൺസണൻസ് എന്ന് പറയുന്നത് ആരൊക്കെയാണ്? 1, 2, 3 അല്ലേ? ബി, N, N. ഇവരാര് എവിടെ വരണമെന്ന് പറഞ്ഞിരിക്കുന്നത്? ഈ പറയുന്ന ഈവൻ പ്ലേസ്. നമുക്കറിയാം ഈവൻ പ്ലേസ് എത്ര എണ്ണം ഉണ്ട്? 3 എണ്ണം ഉണ്ട്. സോ നമുക്ക് 3 കോൺസണൻസ് അവൈലബിൾ ഉള്ളതുകൊണ്ട് 3 ഫാക്ടോറിയൽ. ഇനി അതിൽ തന്നെ N റിപ്പീറ്റ് ചെയ്ത് വരുന്നതുകൊണ്ട് എന്താ? 2 ഫാക്ടോറിയൽ കൊണ്ട് തന്നെ ഞാൻ ഡിവൈഡ് ചെയ്തു. ക്ലിയർ? ഇനി ഞാൻ ആരിപ്പോൾ ഇരുത്തിയിരിക്കുന്നത്? കോൺസണൻസിനെയാണ് ഇരുത്തിയിരിക്കുന്നത്. കോൺസണൻസിനെ ഇരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ തന്നെ ഞാൻ ആരെ ഇരുത്തണം? എൻ്റെ ഓഡ് പ്ലേസിൽ കൊണ്ട് ആരെ ഇരുത്തണം? ഓഡ് പ്ലേസിൽ വവൽസിനെ ഇരുത്തണം. ഓഡ് പ്ലേസ് എന്ന് പറയുന്നത് 1, 3, 5. ഈ പ്ലേസിൽ 1, 3, 5 ആരെയായിരിക്കും ഞാൻ ഇരുത്തുന്നത്? എനിക്കറിയാം ഇവിടെ വവൽസ് ആയിട്ട് ആരാ ഉള്ളത്? എ മാത്രമേ ഉള്ളൂ. പക്ഷേ എ 3 എണ്ണം ഉണ്ട്. സോ 3 ഫാക്ടോറിയൽ. ഇനി ഞാൻ പറഞ്ഞു 3 ലെറ്റേഴ്സ് ഉണ്ട്, 3 ഫാക്ടോറിയൽ ചെയ്തു. പക്ഷേ എന്താണ്? 3 ലെറ്റേഴ്സും റിപ്പീറ്റ് ചെയ്യുന്നതുകൊണ്ട് അവരുടെ ഫാക്ടോറിയൽ കൊണ്ട് എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. ഇത് ഞാൻ ഈവൻ പ്ലേസിൽ ആരെ ഇരുത്തി? കോൺസണൻസിനെ ഇരുത്തി. ഇത് എൻ്റെ ഓഡ് പ്ലേസിൽ ആരെ ഇരുത്തി? വവൽസിനെ ഇരുത്തി. ഒരേ സമയത്ത് ഞാൻ ചെയ്യുന്ന പരിപാടി ആയതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. സോ ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് എത്ര കിട്ടും കണ്ണ? ഇത് 1 കിട്ടും. ഇത് എത്ര കിട്ടും? 3 കിട്ടും. സോ 3 × 1 you will get the answer as what? 3 ways. Clear ആയോടാ? ഓക്കെ, അടുത്തത്. ഓക്കെ, ക്വസ്റ്റ്യൻ വായിച്ചിട്ട് മക്കളെ, there are 6 candidates for 3 posts. In how many ways can the post be filled എന്നാണ് ചോദിച്ചിരിക്കുന്നത്.
സി ഇവിടെ എത്ര ആൾക്കാരുണ്ട്? 6 ആൾക്കാരുണ്ട്. എത്ര പോസ്റ്റിലേക്കാ? 3 പോസ്റ്റിലേക്ക്. ഇവിടെ നമ്മൾ പെർമിറ്റേഷൻ ആണോ കോമ്പിനേഷൻ ആണോ യൂസ് ചെയ്യുന്നത്? പെർമിറ്റേഷൻ പറയുന്നവരുണ്ട്, കോമ്പിനേഷൻ ആണോ? ശരി, ഞാൻ ഒന്നും കൂടി ക്ലാരിഫൈ ചെയ്യാം. നോക്കിയേ, 3 പോസ്റ്റ്, ഞാൻ മാനേജർ പോസ്റ്റ്, അസിസ്റ്റന്റ് മാനേജർ പോസ്റ്റ്, ക്ലർക്ക് പോസ്റ്റ്, 6 പേരുണ്ട് ഈ 3 പോസ്റ്റിലേക്ക്. സോ കോമ്പിനേഷൻ ആയിരിക്കും. അതായത് ഇപ്പോൾ 6 പേര് 3 പോസ്റ്റിലേക്ക് 6P3 ആണോ അതോ 6C3 ആണോ ആൻസർ? ഇത് പറയുന്നവരുണ്ടോ? എങ്കിൽ ആൻസർ തെറ്റാണ്. ഇവിടെ നമ്മൾ കോമ്പിനേഷൻ അല്ല യൂസ് ചെയ്യുന്നത്, പെർമിറ്റേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കോമ്പിനേഷൻ നമുക്കിവിടെ പറയാൻ പറ്റില്ല, കാരണം പെർമിറ്റേഷൻ ആണ്. നോക്കി, സിവിൽ ലോജിക്കലി പറഞ്ഞ 6 പേരുണ്ടല്ലേ, ഈ 6 പേരിൽ ഒരാൾക്ക് ഇവിടെ വരാലോ, മാനേജർ ആവാലോ. സോ അവിടെ എത്ര പേര് പറ്റും? 6 വേസിൽ എനിക്ക് പറ്റും. സപ്പോസ് ഒരാൾ ഇവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അസിസ്റ്റന്റ് മാനേജർ ആവാൻ വേണ്ടിയിട്ട് എത്ര പേരുണ്ടാവും? 5 വേസിൽ എനിക്ക് പറ്റും, 5 പേരുണ്ടാവും. ഇനി ഒരാൾ അസിസ്റ്റന്റ് മാനേജർ ആയിക്കഴിഞ്ഞാൽ ക്ലർക്കാൻ എത്ര പേരുണ്ട്? സോ 6 × 5 × 4 ഈക്വൽ ടു എന്താ? 6P3. 6 ആൾക്കാർ 3 പോസ്റ്റ്, 6 × 5 × 4. So you will get answer as what? 120. ഇവിടെ നിങ്ങൾക്ക് 120 കിട്ടും. ഓക്കെ, ഇനി എന്തുകൊണ്ട് എന്നുള്ളതാണ് സംശയമെങ്കിൽ കൺസെപ്റ്റ് പറഞ്ഞുതരാം. നോക്കിയിട്ട് കണ്ട, ഈ 6 വേണ്ട, നമ്മൾ 4 എടുക്കുകയാണ്. ഇപ്പം 4 കാൻഡിഡേറ്റ്സ് 3 പോസ്റ്റിലേക്ക് വേണ്ടിയിട്ട്. നമ്മൾ ആദ്യം ഒരു എക്സാമ്പിൾ കണ്ടത് ഓർമ്മയുണ്ടോ? ട്രയാങ്കിൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ നമ്പർ പ്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ചെയ്ത കാര്യം. സെയിം ഒന്ന് ആലോചിച്ച് നോക്കി. എടാ, ഇപ്പോൾ സപ്പോസ് 4 ആൾക്കാർ, ഓക്കെ, ഞാൻ 4 ആക്കുവാണ് ക്വസ്റ്റ്യൻ. 4 കാൻഡിഡേറ്റ്സ്, എ എന്ന് പറയുന്നതും ബി എന്ന് പറയുന്നതും സി എന്ന് പറയുന്നതും ഡി എന്ന് പറയുന്നതും 4 കാൻഡിഡേറ്റ്സ് എൻ്റെ കയ്യിലുണ്ട്. ഓക്കെ, സോ ട്രയാങ്കിൾ ഉണ്ടാക്കുന്ന സമയത്ത് നോക്കി, ABC നമ്മൾ അറേഞ്ച് ചെയ്തത് എങ്ങനെയായിരുന്നു? നമ്മളപ്പോൾ പറഞ്ഞു, സപ്പോസ് ഇപ്പം നമുക്ക് 4 വേസിലായിരുന്നു പറ്റേ, ABC, പിന്നെ നമ്മൾ എന്ത് പറഞ്ഞു? ACD പറഞ്ഞു, പിന്നെ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? BCD പറഞ്ഞു, CDA. ഇങ്ങനെ നമ്മൾ 4 രീതിയിലാണ് നമ്മൾ അറേഞ്ച് ചെയ്തത്. ഓക്കെ, നമുക്കൊന്ന് നോക്കാം എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്നുള്ളത്. നോക്കി, ഇപ്പോൾ സപ്പോസ് ഞാൻ 3 ആൾക്കാർ എടുക്കുവാണ്, ABC. ഓക്കെ, സോ ABC, അതുപോലെ ACB, ഇനി BAC, ഇനി BCA, ഇനി CAB, അതുപോലെ CBA. നോക്കിയിട്ട് കണ്ട, നമ്മൾ ആദ്യം കണ്ടത് ഇപ്പം ട്രയാങ്കിൾ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു ABC എന്ന് പറയുന്നതും BCA എന്ന് പറയുന്നതും എല്ലാം ഒരേ ആൾക്കാർ തന്നെയാണെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ആ 6 കോമ്പിനേഷൻ വന്നിട്ട് നമ്മൾ ഒറ്റ സാധനമായിട്ട് പറഞ്ഞത് അല്ലേ. ഈ ഒരു 3 ലെറ്റേഴ്സ് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയ എല്ലാ ട്രയാങ്കിളും സർക്കിൾ ക്ലോക്ക് വൈസിൽ പോയിട്ടും ആൻറ്റി ക്ലോക്ക് വൈസിൽ പോയിട്ട് നമ്മൾ 6 വേസിൽ നമ്മൾ ഉണ്ടാക്കിയത് എല്ലാം എന്തായിരുന്നു? ഡിഫറെൻ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അതിനെ ഒറ്റ ഒരാളായിട്ട് കണ്ടു അല്ലേ. പക്ഷേ നമ്പർ പ്ലേറ്റ്സിൻ്റെ കാര്യത്തിൽ നമ്മൾ 1 2 3 4 4 നമ്പേഴ്സ് ഉണ്ടായിട്ടും 1 2 3 3 നമ്പേഴ്സ് വെച്ച് നമ്മൾ ചെയ്ത 6 ഡിഫറെൻ്റ് ആയതുകൊണ്ടാണ് നമ്മൾ എന്ത് പറഞ്ഞത്, അത് നമ്മൾ കൗണ്ട് ചെയ്താൽ നമ്മൾ അവിടെ പെർമ്യൂട്ടേഷൻ യൂസ് ചെയ്തത്. ഇവിടെ നമ്മൾ പറഞ്ഞു 6 ഒരാളായതുകൊണ്ടാണ് നമ്മളവിടെ കോമ്പിനേഷൻ യൂസ് ചെയ്യുന്നത്. ഇവിടെ നോക്കിയിട്ട് കണ്ട, A അസിസ്റ്റന്റ് മാനേജർ, A എന്ന് പറയുന്ന മാനേജർ, B എന്ന് പറയുന്ന അസിസ്റ്റന്റ് മാനേജർ, C എന്ന് പറയുന്ന ക്ലർക്ക്. അടുത്ത കേസ് നോക്കി, A എന്ന് പറയുന്ന മാനേജർ, C എന്ന് പറയുന്ന അസിസ്റ്റന്റ് മാനേജറായി, B എന്ന് പറയുന്ന ക്ലർക്കായി. ഈ 6 കോമ്പിനേഷനും സെയിം ആണോ? ഡിഫറെൻ്റ് അല്ലേ അല്ലേ? ഈ 6ഉം വേറെ വേറെ അല്ലേ? ഇവിടെ ഡിസ്റ്റിങ്ക്റ്റ് അല്ലേ? ഓരോ അറേഞ്ച്മെൻറ്റും ഡിസ്റ്റിങ്ക്റ്റ് അല്ലേ? സോ ഇവിടെ നമ്മൾ എന്തായിരിക്കും ഇവിടെ മക്കളെ യൂസ് ചെയ്യുന്നത്? പെർമ്യൂട്ടേഷൻ ആയിരിക്കില്ലേ യൂസ് ചെയ്യുന്നത് അല്ലേ? അവിടെ നമുക്ക് കോമ്പിനേഷൻ പറയാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ? എ മാനേജർ ആയിട്ടിരിക്കുന്നത്, കാരണം എക്ക് അവിടെ എല്ലാ പോസിബിലിറ്റീസും ഉണ്ട്. എ മാനേജർ ആവാം, അസിസ്റ്റന്റ് മാനേജർ ആവാം, എന്ത് വേണമെങ്കിലും ആവാം. ആ സമയത്ത് ബിക്കും എന്ത് തന്നെ ആവാം അല്ലേ, മാറിക്കൊണ്ടിരിക്കും. സോ ദിസ് ഈസ് പെർമ്യൂട്ടേഷൻ. ഈ കൺസെപ്റ്റ് ക്ലിയർ ആയാലോ? ഇനി ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഇപ്പം നിങ്ങൾ കോമ്പിനേഷൻ വെച്ചിട്ടാണ് നിങ്ങളിത് ചെയ്യുന്നതെങ്കിൽ നോക്കിയേ, നമുക്കറിയാം 4 പേരുണ്ട് 3 പോസ്റ്റിലേക്ക്.
സോ നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും അവരെടുക്കാൻ പറ്റുക? 4C3. ഇവിടെ 4C3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? 4C3യുടെ വാല്യൂ എന്താണ് മോനെ? 4 കോമ്പിനേഷൻ എനിക്ക് അവിടെ പോസിബിളാണ്. എന്തൊക്കെയാണ്? ABC എന്ന് പറയുന്നത് പോസിബിളാണ്. അതുപോലെ BCD എന്ന് പറയുന്ന കോമ്പിനേഷൻ എനിക്ക് പോസിബിളാണ്. അതുപോലെ CDA എന്ന് പറയുന്ന കോമ്പിനേഷൻ എനിക്ക് പോസിബിളാണ്. അതുപോലെ ABC, BCD, ACD. ഓക്കെ, ACD വന്നു. ഇനി CD, പിന്നെ നമുക്ക് വരുന്നത് എന്താണ്? CAB ഉണ്ട്. ഇനി ആരാ വരണേ? ABC, ACD, ACD വന്നു. ABD, യാ, ABD. സോ ഇങ്ങനെ 4 കോമ്പിനേഷനാണ് എനിക്ക് പറ്റുക. ഓക്കെ, അതായത് ഇപ്പം ഞാനിവരെ ചൂസ് ചെയ്യുവാണ്. ഇപ്പം 4C3 എന്ന് ഞാൻ എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ? ഈ 4 ആൾക്കാരിൽ നിന്ന് 3 പോസ്റ്റിലേക്ക് ഞാൻ 3 ആൾക്കാരെ വെച്ച് കൊടുത്തു. ഒന്നില്ലെങ്കിൽ എനെ എടുക്കാം, ബീനെ എടുക്കാം, സീനെ എടുക്കാം. അല്ലെങ്കിൽ ബീനെ എടുക്കാം, സീനെ എടുക്കാം, ഡീനെ എടുക്കാം. അല്ലെങ്കിൽ സീനെ എടുക്കാം, ഡീനെ എടുക്കാം, എനെ എടുക്കാം. അല്ലെങ്കിൽ ABD എന്നുള്ള രീതി. ഇങ്ങനെ എനിക്ക് എത്ര ഗ്രൂപ്പിനെ ഉണ്ടാക്കാൻ പറ്റും? എനിക്ക് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ABC, BCD, CDA, ABD. ഓക്കെ, ഇങ്ങനെ എനിക്ക് 4 ഗ്രൂപ്പല്ലേ ഉണ്ടാക്കാൻ പറ്റുന്ന. അതായത് നിങ്ങളിപ്പം ഇപ്പം 4 ആൾക്കാർ എൻ്റെ മുന്നിൽ വന്ന് നിൽക്കുക. ഈ 4 ആൾക്കാരിൽ നിന്ന് എനിക്ക് 4 പേരെ എടുക്കുന്ന 3 പേർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ 4 ഗ്രൂപ്പ് എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ? 4 ഗ്രൂപ്പ് ഞാൻ ക്രിയേറ്റ് ചെയ്തു. ഇനി ഇവരെ എനിക്ക് എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും? 3 ഫാക്ടോറിയൽ രീതിയിൽ എനിക്ക് അറേഞ്ച് ചെയ്തൂടെ? നോക്കിയിടവനെ ABCനെ എടുത്തിട്ട് ഞാൻ എത്ര രീതിയിൽ അറേഞ്ച് ചെയ്തു? 3 ഫാക്ടോറിയൽ, അതായത് 6 വേസിൽ ഞാൻ അറേഞ്ച് ചെയ്തില്ലേ? അതുപോലെ ഞാൻ BCDനെ എടുക്കുവാണെങ്കിൽ അവിടെയും ഞാൻ 6 വേസിൽ അറേഞ്ച് ചെയ്യും. ഇവിടെയും ഞാൻ 6 വേസിൽ അറേഞ്ച് ചെയ്യും. ഇവിടെയും എനിക്ക് 6 വേസിൽ അറേഞ്ച് ചെയ്യാം. ടോട്ടൽ എനിക്ക് എത്ര കിട്ടും? 24 വേസിൽ എനിക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. ഇസ്ന്റ് ഇറ്റ് സോ? സോ നിങ്ങൾക്ക് കൺസെപ്റ്റ് ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, സോ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് സിമ്പിൾ, 6 പേര് 3 പോസ്റ്റിലേക്ക്. സോ നമ്മളവിടെ എന്തായിരിക്കും യൂസ് ചെയ്യുന്നത്? പെർമ്യൂട്ടേഷൻ. സെയിം ക്വസ്റ്റ്യൻ തന്നെ, ഇത് തന്നെ നിങ്ങൾക്ക് വേറെ രീതിയിൽ ചോദിക്കാൻ പറ്റും. ഇപ്പം എലക്ഷൻ്റെ സമയത്ത് 6 കാൻഡിഡേറ്റ്സ് ഉണ്ട്, 3 പോസ്റ്റ്. അങ്ങനെയാണെങ്കിൽ എത്ര വേസിന് നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ നമുക്ക് ചോദിക്കാൻ പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയടാ. There are 6 items in a column A and 6 items in column B. A student is asked to match each item A with an element in column B. How many possible answers are there? At column A, okay, column A, column B. സിമ്പിൾ ആയിട്ടൊന്നും അയച്ചേ. ഇവിടെ 1, 2, 3, 4, 5, 6 ഐറ്റംസ് ഉണ്ട്. ഇവിടെയും 1, 2, 3, 4, 5, 6 ഐറ്റംസ് ഉണ്ട്. ഇവിടെ ഈ ഒന്നാമത്തെ ആളെടുത്തേ, നിങ്ങൾക്ക് മാപ്പ് ചെയ്യുമ്പം ഒന്നില്ലെങ്കിൽ ഇവിടെ മാപ്പ് ചെയ്യാം, ഇല്ലെങ്കിൽ ഇവിടെ മാപ്പ് ചെയ്യാം. ഇവിടെ പറ്റും, ഇവിടെ പറ്റും, ഇവിടെ പറ്റും, ഇവിടെ പറ്റുമല്ലോ. അപ്പോൾ ഒന്നാമത്തെ ആൾ എത്ര വേസിൽ എനിക്ക് പോസിബിൾ ആവും? 6 വേസിൽ. ഇനി ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് അയാൾ മാപ്പ് ചെയ്തു എന്ന് വിചാരിക്കും. സ്വാഭാവികമായിട്ടും ഏതെങ്കിലും ഒരാൾക്ക് ഇയാൾ ആൻസർ മറക്കേണ്ടി വരുമല്ലോ. ഇതെല്ലാം ശരി ഉത്തരമാണ് എന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ. പോസിബിൾ വേ ഓഫ് മാർക്കിംഗ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇയാൾ 4 കൊടുത്തു എന്ന് വിചാരിക്കും. ഇനി ഇയാളെ എനിക്ക് ആരെയൊക്കെ മാപ്പ് ചെയ്യാൻ പറ്റും? എത്ര ആൾക്കാരായിട്ട് മാപ്പ് ചെയ്യാൻ പറ്റും? ഈ 4ലേക്ക് എനിക്ക് മാപ്പ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ? ഓൾറെഡി ഇതിൻ്റെ ആൻസർ ഇതായിട്ട് നിൽക്കുവാണ്. ഇവിടെ കൊടുക്കാൻ പറ്റും, ഇവിടെ കൊടുക്കാൻ പറ്റും, ഇവിടെ കൊടുക്കാൻ പറ്റും, ഇവിടെ പറ്റും, ഇവിടെ പറ്റും. എത്ര എണ്ണമായോ? 1, 2, 3, 4, 5. 5 ബേസിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? രണ്ടാമത്തെ ഉത്തരം ഫില്ല് ചെയ്യാൻ പറ്റും. ഇനി മൂന്നാമത്തെ എടുത്തേടാ. ഒരാളെ ഇവിടെ ഫില്ല് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നോക്കിയേ, 1 ഇവിടെ പോയി, 2 ഇവിടെ പോയി. ഇനി നോക്കിയേ, 3, 4 പേർക്ക് ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? സോ മൂന്നാമത്തെ ഉത്തരം 4 ബേസിൽ. സോ ഇവിടെ ഈ ആൾക്കാ കൊടുത്തു എന്ന് വിചാരിക്കുക. എക്സാമ്പിൾ, നാലാമത്തെ ഉത്തരം 3 ബേസിൽ എനിക്ക് ഫില്ല് ചെയ്യാം. ഇയാൾ ഇവിടുത്തു, ഇതാണ് ശരി ഉത്തരം എന്ന് വിചാരിക്കും. പിന്നെ 5ാമത്തെ ഉത്തരം ഇതിലേതെങ്കിലും 2 എണ്ണം.
അതും പോയി എന്ന് വിചാരിക്കും. പിന്നെന്താ? സോ ദിസ് ഈസ് വാട്ട് സർ 6 ഫാക്ടോറിയൽ അല്ലേ? അല്ലേ? ആൻസർ എത്ര കിട്ടും? 720. സോ ഇങ്ങനെ നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒന്നും ചെയ്ത് നോക്കണ്ട. സോ 6 ഇവിടെ ഉണ്ട്, 6 അവിടെ ഉണ്ട്, സെയിം തന്നെ. 6 ആൾക്കാർ 6 പ്ലേസ് ഉണ്ട്, 6 ആൾക്കാർ 6 പ്ലേസ്. സോ 6 ഫാക്ടോറിയൽ. ഓക്കെ. ഇനി ഇവിടെ 5ഉം അവിടെ 4ഉം ആയിരുന്നെങ്കിലോ? 5 ആൾക്കാർ പക്ഷെ 4 ആൾക്കാരെ ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ 5P4 എന്നുള്ള രീതി വരും. ക്ലിയർ? ഓക്കെ. അച്ഛാ, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇൻ ഹൗ മെനി വേസ് 5 letters can be posted in 3 boxes if any number of letters can be posted in all 3 post boxes? ചെയ്ത് നോക്കിയിട്ട് ആൻസർ എത്ര കിട്ടുമോ നോക്കിയാ. ഇങ്ങനെ പോസ്റ്റ് ബോക്സ് ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, പോസ്റ്റ് ബോക്സ് എ, പോസ്റ്റ് ബോക്സ് ബി, പോസ്റ്റ് ബോക്സ് സി. 3 പോസ്റ്റ് ബോക്സ് ഉണ്ട്. ഓക്കെ, എൻ്റെ കയ്യിൽ 5 ലെറ്ററും ഉണ്ട്. ആൻസർ എന്തായിരിക്കും കണ്ണാ? സി, എൻ്റെ കയ്യിൽ 5 ലെറ്റർ ഉണ്ട്. അതിൽ ഒന്നാമത്തെ ലെറ്റർ ഞാൻ എടുക്കുവാണ്. എനിക്ക് ഇവിടെ കൊണ്ടുവന്നിടാം, അല്ല ഇവിടെ കൊണ്ടുവന്നിടാം, ഇവിടെ കൊണ്ടുവന്നിടാം. എനിക്ക് എത്ര പോസിബിൾ വേസ് ഉണ്ട്? ഒരു ലെറ്ററിന് 3 പോസിബിൾ വേസ് ഉണ്ട്. ശരി, എൻ്റെ ഒന്നാമത്തെ ലെറ്റർ ഞാൻ പോസ്റ്റ് ചെയ്തു, ഏതെങ്കിലും ഒരെണ്ണത്തിൽ കൊണ്ടുവന്നിട്ടു. 3 പോസിബിൾ വേസ് ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. എനിക്കിപ്പം 1, 2, 3, 4, 5 ലെറ്ററാണ് എൻ്റെ കയ്യിലുള്ളത്. അതിൽ ഒന്നാമത്തെ ലെറ്റർ ഞാനിപ്പോൾ പോസ്റ്റ് ചെയ്തു. ഞാൻ പറഞ്ഞു 3 പോസിബിൾ വേ, അതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ ഞാൻ പോസ്റ്റ് ചെയ്തു. ഒരു പോസ്റ്റ് ബോക്സിൽ ഇത്രയും എണ്ണം ഇടാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടില്ല അവർ. എനി പോസിബിൾ ആണ് പറഞ്ഞിരിക്കുന്നത്. സോ ഒന്നാമത്തേലോ രണ്ടാമത്തേലോ 3 പോസിബിൾ വേസിൽ എനിക്ക് ഒരു ലെറ്റർ പോസ്റ്റ് ചെയ്യാം. എൻ്റെ രണ്ടാമത്തെ ലെറ്റർ ഞാൻ എടുക്കുവാണ്. രണ്ടാമത്തെ ലെറ്റർ ഇതിലിടാം, ഇതിലിടാം, ഇതിലിടാം. രണ്ടാമത്തെ ലെറ്ററിനും എന്താ? 3 പോസിബിൾ വേസ് ആണ്. എൻ്റെ രണ്ടാമത്തെ ലെറ്റർ ഞാൻ പോസ്റ്റ് ചെയ്തു. എൻ്റെ മൂന്നാമത്തെ ലെറ്റർ ഞാൻ എടുക്കുവാണ്. 1, 2, 3. അതിനും എന്താണ്? 3 പോസിബിൾ വേസ്. എൻ്റെ നാലാമത്തെ ലെറ്റർ 3ഉം കഴിഞ്ഞു. ഇനി നാലാമത്തെ ലെറ്റർ ഞാൻ എടുക്കുവാണ്. അതിനും എന്താണ്? 3 പോസ്റ്റ് ബോക്സ് അവൈലബിൾ ആണ്. സോ അവിടെ എന്താണ്? 3 പോസിബിൾ വേസ്. എൻ്റെ ഫൈനൽ ലെറ്റർ 5ാമത്തെ ലെറ്റർ ഞാൻ എടുക്കുവാണ്. ഓക്കെ, 1, 2, 3. അതിനും എന്താണ്? 3 പോസിബിൾ വേസ് ആണ്. സോ 1, 2, 3, 4, 5. 3 raised to 5 ways. കൺസെപ്റ്റ് ക്ലിയർ ആയോ? കൺസെപ്റ്റ് ക്ലിയർ ആയോ? ഓക്കെ, ഓക്കെ, കൺസെപ്റ്റ് ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് ഇപ്പോൾ ഇത്ര നേരം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് എന്തായിരുന്നു? ലെറ്റേഴ്സിൻ്റെ അറേഞ്ച്മെൻറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്പേഴ്സ്, ഡിജിറ്റ്സ് എങ്ങനെ നമുക്ക് ഫോം ചെയ്യാൻ പറ്റും. 3 ഡിജിറ്റ്, 2 ഡിജിറ്റ്, അങ്ങനെ കണ്ടീഷൻ വെച്ചിട്ടുള്ള പ്രോബ്ലംസ് നമുക്ക് ചെയ്യാം. ഓക്കെ.